പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവചനത്തിൻ്റെ ഇന്നത്തെ ധ്യാന വിഷയത്തിലേക്ക് ദൈവവചനം വായിച്ചുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം അധ്യായം 19, തിരുവചനങ്ങൾ 31 മുതൽ. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കുവാനും അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ ഹൃദയം പിളർക്കപ്പെടുന്ന സംഭവം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. എന്തുകൊണ്ടാണ് ഈശോയുടെ തിരുഹൃദയത്തെ ഇത്ര ഹൃദ്യമായി അതിൻ്റെ എല്ലാ സ്നേഹഭാവങ്ങളോടും കൂടി പൂർണ്ണമായും നമുക്ക് വേണ്ടി അവസാനത്തെ തുള്ളി വരെ കുരിശിൽ ചിന്തുന്ന സ്നേഹമായി അവതരിപ്പിക്കുവാൻ യോഹന്നാൻ ശ്ലീഹായ്ക്ക് സാധിച്ചതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മറ്റ് സമാന്തര സുവിശേഷങ്ങളിൽ കാണാത്ത ഒരു ചിത്രീകരണമാണ് ഈശോയുടെ ഹൃദയം പിളർക്കപ്പെടുന്ന സംഭവം. അത് യോഹന്നാൻ ശ്ലീഹ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുക. എന്തുകൊണ്ടായിരിക്കാം യോഹന്നാൻ ശ്ലീഹായ്ക്ക് അത് സാധിച്ചതെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്നവനായിരുന്നു യോഹന്നാൻ ശ്ലീഹ. ഈശോയുടെ തിരുഹൃദയ സ്നേഹം നുകർന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. ഇതിനെല്ലാം ഉപരി ഈശോയുടെ സ്നേഹം നുകർന്ന് ഈശോയാൽ സ്നേഹിക്കപ്പെട്ടു എന്ന് തന്നെ വിശേഷിപ്പിച്ച ഒരു വ്യക്തിത്വം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നല്ല ഒരു സുഹൃത്തായതുകൊണ്ടാണ് ഈശോയുടെ തിരുഹൃദയം പിളർക്കപ്പെടുന്ന ആ അവസാന രംഗങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ യോഹന്നാൻ ശ്ലീഹായ്ക്ക് സാധിച്ചത്. ഇത് നമ്മിലെല്ലാവരിലും സംഭവിക്കേണ്ടതാണ്, എല്ലാ ശിഷ്യരിലും സംഭവിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇത് യോഹന്നാൻ ശ്ലീഹായിൽ സംഭവിച്ചു എന്നതുകൊണ്ട് ആ വ്യക്തിക്ക് മാത്രമുള്ള ഒരു ആനുകൂല്യമായി നമ്മൾ കരുതരുത്. അത് എല്ലാവരുടെയും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട അല്ലെങ്കിൽ സ്വായത്തമാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ വചനം വായിക്കുമ്പോൾ മനസ്സിലാകും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ഇനിമേൽ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, നിങ്ങളെ ഞാൻ സ്നേഹിതരെന്ന് വിളിച്ചു എന്ന് ഈശോ പറയുമ്പോൾ ഈശോ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്നേഹിതൻ ഹൃദയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നാണ്. ഈശോ പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങളെല്ലാം മനുഷ്യമക്കളെ അല്ലെങ്കിൽ തന്നോട് ചേർന്ന് നിന്ന ശിഷ്യന്മാരെ അറിയിക്കുന്ന രംഗമാണ് നമ്മൾ സുവിശേഷത്തിൻ്റെ താളുകളിൽ കാണുക. ദൈവപിതാവിനെക്കുറിച്ച് ഏറ്റവും മനോഹരമായി ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് നമ്മൾ വചനത്തിൻ്റെ വഴികളിൽ കണ്ടെത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരനുഭവം, ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം നമുക്കുണ്ടാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുക. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാവുക, ഈശോയുടെ തിരുഹൃദയ സ്നേഹം നുകരുന്ന വ്യക്തികളായി മാറുക. അത് യോഹന്നാൻ ശ്ലീഹായ്ക്ക് സാധിച്ചപ്പോൾ നമ്മളിവിടെ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, പിതാവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഈശോ തൻ്റെ സ്നേഹിതരെ, ശിഷ്യന്മാരെ അറിയിച്ചു. പിതാവിൽ നിന്ന് കേട്ടതെല്ലാം തൻ്റെ സ്നേഹിതരായ ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് 1 കൊറിന്തോസ് ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ
ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹിതരാണ്, ദൈവത്തിൻ്റെ മനസ്സറിയുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സ്നേഹിതരാണ്. 1 കൊരിന്തോസ് ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം അവിടെ പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹിതരാണ്, ഞങ്ങൾ അവിടുത്തെ മനസ്സ് അറിയുന്നവരാണ്. ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. ദൈവത്തിൻ്റെ മനസ്സറിയുന്നവരാകുക, ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞ് ജീവിക്കുന്നവരാകുക. ഓരോ ക്രിസ്തു ശിഷ്യനും യോഹന്നാനെ പോലെ ഓരോ വ്യക്തിയും ആയിത്തീരേണ്ട അവസ്ഥയെക്കുറിച്ചാണ് പൗലോസ് അപ്പസ്തോലൻ ഇവിടെ പറയുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹിതരായി മാറുമ്പോൾ ഈശോയുടെ ഹൃദയ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. എന്താണ് ഈശോയുടെ ഹൃദയ രഹസ്യം? ഞാൻ ഇതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈശോയുടെ ഹൃദയം നിറയെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ള ആഗ്രഹമായിരുന്നു. എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. അത് ഈശോ തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ 34-ാമത്തെ തിരുവചനത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നീ എന്തെങ്കിലും ഭക്ഷിക്കുക, ഞങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുക എന്ന് ഈശോയോട് അവർ പറയുമ്പോൾ യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആഹാരം കഴിക്കുന്നത് നമുക്ക് എനർജി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, ശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്താണ് എൻ്റെ എനർജി, എൻ്റെ ശക്തി എന്താണെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ്, എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റുകയാണ്, എൻ്റെ പിതാവിൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ പ്രവർത്തിക്കുകയാണ്. ദൈവപിതാവിൻ്റെ മനസ്സറിഞ്ഞ ഈശോ ഈ ലോകത്തിൽ ചെയ്തതെന്ന് നമുക്കറിയാം, അത് കുരിശിൽ മരിക്കുകയാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ തന്നെ 3-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തൻ്റെ ഏകജാതനെ നൽകുന്നത് ഈ ലോകം മുഴുവൻ രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത് ലോകത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ്. ആ മനസ്സിലാക്കിയവനാണ് ഈശോ. പിതാവായ ദൈവത്തിൻ്റെ മനസ്സ് ലോകം മുഴുവൻ രക്ഷിക്കണമെന്ന ആഗ്രഹം മനസ്സിലാക്കിയവനാണ് ഈശോ. എന്നിട്ട് ഈശോ എന്ത് ചെയ്തു? ഈശോ ആ മനസ്സ് അറിഞ്ഞ് പ്രവർത്തിക്കുകയാണ്, ആ മനസ്സറിഞ്ഞ് ജീവിക്കുകയാണ്. അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ, പിതാവിൻ്റെ മനസ്സറിയുമ്പോൾ, അത് തൻ്റെ ഹൃദയവികാരമായി മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈശോ കുരിശിൽ മരിച്ചു. അതാണ് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ രഹസ്യം. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളത്, പിതാവിൻ്റെ മനസ്സനുവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഈശോയുടെ മനസ്സിൽ സ്വമേധയാ അവൻ തന്നെ ബലിയായി അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കാനുള്ള കാരണം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ള ആഗ്രഹമായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോയുടെ ഹൃദയ രഹസ്യം മനസ്സിലാക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുരിശുമരണത്തിൻ്റെ പെസഹാ രഹസ്യങ്ങളുടെ ആ വലിയ വെളിപ്പെടുത്തലുകൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ മനസ്സറിയണമെന്ന് പറയുമ്പോൾ അതിനൊറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ ഓരോരുത്തരും കുരിശിൽ ബലിയായി തീരുക എന്ന രഹസ്യം മനസ്സിലാക്കണമെന്നാണ്. ഈശോയുടെ ഹൃദയ രഹസ്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കുരിശിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ തുടങ്ങും. ഈശോയുടെ മനസ്സ് അറിയാൻ തുടങ്ങുമ്പോൾ മറ്റൊരു വാക്കിൽ നമ്മൾ കുർബാന എന്തെന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഈശോയുടെ തിരുഹൃദയം കണ്ടെത്തുന്നത് വിശുദ്ധ കുർബാനയിലാണ്. ഈശോയുടെ തിരുഹൃദയ സ്നേഹം നമ്മൾ നുകരുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് ദിലെക്സിത് നോസ് എന്ന് പറയുന്ന അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്നതിൻ്റെ ചാക്രിയ ലേഖനത്തിൽ അവസാനമായി ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ചാക്രിയ ലേഖനമാണ്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പിതാവായ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ പുത്രൻ കുരിശിൽ ബലിയായി തീരുമ്പോൾ, കുരിശിൽ ഈശോ തന്നെ ബലിയാക്കി മാറ്റുമ്പോൾ അത് കുർബാനയായി മാറുകയാണ്. കുർബാനയായി മാറുന്ന ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മോട് പറയുന്നത് ഈ കുർബാനയുടെ സ്നേഹം നുകരുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുർബാനയുടെ സ്നേഹം നുകർന്ന് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം നുകർന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഹൃദയ സ്നേഹത്തിൻ്റെ ആ വലിയ വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈശോയുടെ തിരുഹൃദയത്തെ നമ്മൾ പൂർണ്ണമായും ആശ്രയിക്കുന്നവരായി മാറുക എന്നുള്ളതാണ്. ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ മനുഷ്യരോട്, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യം ഇതാണ്, വിശ്വസിക്കാൻ കൊള്ളുന്നവരില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഈശോയുടെ തിരുഹൃദയമാണ് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു ഇടമെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ കൊച്ചുത്രേസ്യായെ പോലെ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിൽ ഒരാശ്രയ ബോധമുണ്ടാവണം. ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയുടെ തിരുഹൃദയത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം. എന്താണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞത്? ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ചു, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ പാപികളാണെങ്കിലും വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ പറയാൻ സാധിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര വലിയ പാപിയാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു, എൻ്റെ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ പാപം പോലും അവിടുത്തെ തിരുഹൃദയാഗ്നിയിൽ ഒരു തുള്ളി ജലം പോലെയാണ്. ആ അഗ്നിയിലേക്ക് വീഴുന്ന ഒരു തുള്ളി ജലം പെട്ടെന്ന് ബാഷ്പമാകുന്ന പോലെ, പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് പോലെ എൻ്റെ പാപങ്ങളെല്ലാം ആ സ്നേഹാഗ്നിയിൽ അപ്രത്യക്ഷമാകും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്കുണ്ടാവേണ്ട വലിയ ആശ്രയബോധം ഈ നാളുകളിൽ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്ന് ഇത്തരത്തിലൊരു ആശ്രയബോധത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. കർത്താവേ, അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഐ ട്രസ്റ്റ് ഇൻ യു. ഞാൻ അങ്ങയുടെ സ്നേഹത്തിൽ ആശ്രയിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് നിരന്തരം പറയുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്നേഹിതരെ വിശ്വസിക്കാനും ആശ്രയിക്കാനും പറ്റാത്ത ഒരു ലോകത്തിൽ നമുക്ക് എങ്ങനെ ഈ തിരുഹൃദയ സ്നേഹം അനുവർത്തിച്ച് ഒരു മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയണം. എങ്ങനെയാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായി മാറുവാൻ എന്നെ സഹായിക്കുക? ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ യുവജനങ്ങൾക്കുള്ള പ്രബോധനം നൽകിയപ്പോൾ, ക്രിസ്തുസ് വിവിത്ത്, ക്രിസ്തു ജീവിക്കുന്നു എന്ന പ്രബോധനം നൽകിയപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിൻ്റെ വഞ്ചന വർദ്ധിച്ചിരിക്കുന്നു. ഈ ലോകം ഇരുട്ടുകൂടി വരുന്ന ഒരു ലോകമാണ്. ഈ ലോകം തിന്മ നിറഞ്ഞ് വരുന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് വഞ്ചിക്കപ്പെട്ടവരായി നമ്മുടെ കാലഘട്ടത്തിൽ പലരും മാറുന്നു. പലരും വഞ്ചനയുടെ ദുരന്ത ഫലങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരുന്നു. സങ്കടപ്പെട്ട് ജീവിക്കുന്നു. മുറിവേൽപ്പിക്കപ്പെട്ടവരാണ്. സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇങ്ങനെയൊരു ലോകത്തെ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനമാണ് നമ്മുടെ ധ്യാനത്തിനായിട്ട് പരിശുദ്ധ പിതാവ് നൽകിയ വചനം. എന്താണ് ആ വചനം പറയുന്നത്? ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കണം, എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കണം. അതാണ് നിങ്ങളുടെ നിയോഗം. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്ന് അവിടുത്തെ സ്നേഹം നുകരുന്ന നമുക്ക്, വിശുദ്ധ കുർബാനയുടെ സ്നേഹം മനസ്സിലാക്കുന്ന നമുക്ക് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം പങ്കുവെച്ച് നൽകുക എന്നുള്ളതാണ്. ബൈബിള് വായിച്ചു പോയപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, ബൈബിളിലെ ഏറ്റവും ഹൃദ്യമായ ഒരു സൗഹൃദം, സുഹൃത്ത് ബന്ധം, അത് നമ്മൾ കാണുന്നത് സാമുവേലിൻ്റെ 1-ാം പുസ്തകം 18-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം. ദാവീദ് രാജാവിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥൻ്റെ ഹൃദയം അവൻ്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു. യോനാഥൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, യോനാഥൻ ആരാന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് സാവൂൾ രാജാവിൻ്റെ മകനാണ്. സാവൂൾ രാജാവിൻ്റെ മകനായ യോനാഥൻ സാവൂൾ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ദാവീദുമായിട്ടുണ്ടായ സ്നേഹബന്ധം അല്ലെങ്കിൽ സൗഹൃദ ബന്ധത്തെക്കുറിച്ച് ഉള്ള പരാമർശമാണ് ഈ വചനം. യോനാഥൻ ഈ നിൽക്കുന്ന ദാവീദിനോട് സ്നേഹമുള്ളവനായി മാറുന്നത് എങ്ങനെയെന്ന് നമ്മൾ കാണുകയാണ്. ദാവീദ് രാജാവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് ദാവീദിൽ നിന്ന് സാവൂൾ രാജാവിനോട് സംസാരിക്കുകയാണ്. ആ സാവൂൾ രാജാവിനോട് സംസാരിച്ച് കഴിഞ്ഞ സമയത്ത് ദാവീദിൻ്റെ ഹൃദയത്തോട് യോനാഥൻ്റെ ഹൃദയം ഒന്നായി ചേരുകയാണ്. അത്ര വലിയ ഒരു സൗഹൃദ ബന്ധത്തിലേക്ക് അവർ വളർന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. ഈ സൗഹൃദത്തിൻ്റെ ആത്മാർത്ഥത നമ്മൾ പിന്നീട് വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സൗഹൃദത്തിൻ്റെ ഒരു ആത്മാർത്ഥതയുണ്ട്. ഇന്നത്തെ ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്
നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ആത്മാർത്ഥമായ സൗഹൃദങ്ങളില്ല എന്നുള്ളതാണ്. എല്ലാ സൗഹൃദങ്ങളും അത് കുറച്ച് നാളത്തേക്കുള്ളതായി മാറുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഒട്ടു നിൽക്കുന്നവരായി സൗഹൃദങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. എല്ലാവരും കൂട്ടുകാരാണ്, പക്ഷേ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ആ സ്നേഹം കുറഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ യോനാഥൻ്റെയും ദാവീദിൻ്റെയും ജീവിതം നമുക്ക് മുമ്പിൽ വലിയ ഒരു മാതൃക നൽകുകയാണ്. എന്താണ് ഈ യോനാഥൻ ചെയ്യുക? യോനാഥൻ ഒന്നാമതായിട്ട് പിതാവിൽ നിന്ന് തനിക്ക് കിട്ടാൻ പോകുന്ന രാജ്യത്വ സ്ഥാനത്തെക്കുറിച്ച് തന്നെ ചിന്ത മാറ്റിവെക്കുകയാണ്. പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ദാവീദ്, അല്ലെങ്കിൽ സൗൾ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ദാവീദ് വരും കാലങ്ങളിൽ രാജാവായി മാറാൻ സാധ്യതയുള്ളവനാണ്. വേണമെങ്കിൽ യോനാഥന് ഇവനെ നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഒന്നുചേരാം. സൗൾ രാജാവ് ഇവനെ കുന്തമെറിഞ്ഞ് കൊല്ലാൻ നോക്കുന്ന രംഗമൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഏതു വിധേനയും ദാവീദിനെ നശിപ്പിക്കണമെന്ന് അസൂയ കൊണ്ട് സൗൾ രാജാവ് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ദാവീദിന് വേണ്ടി നിലകൊള്ളുന്നവനായി യോനാഥൻ മാറുന്നുണ്ട്. അപ്പോൾ യോനാഥൻ എന്ത് ചെയ്തു? യോനാഥൻ ഈ സഹോദരന് വേണ്ടിയിട്ട് തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. തൻ്റെ ജീവൻ അപകടത്തിലാക്കി യോനാഥൻ പ്രവർത്തിക്കും നമ്മൾ കാണുകയാണ്. തൻ്റെ ജീവൻ അപകടത്തിലാക്കി പ്രവർത്തിക്കുകയാണ്. വളരെ ഹൃദ്യമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അവനവൻ്റെ ജീവനെ തന്നെ അപകടത്തിലാക്കി മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് യോനാഥൻ. അപ്പോൾ ഇങ്ങനെ ഒരു യോനാഥനെ നമ്മൾ കാണുമ്പോൾ യോനാഥൻ്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സൗഹൃദങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്തതായി മാറുന്ന കാലഘട്ടത്തിൽ യോനാഥനെ പോലെയുള്ള വ്യക്തികളായി നമ്മൾ മാറണം. മറ്റുള്ളവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, മറ്റുള്ളവരെക്കുറിച്ച് ശ്രദ്ധയുള്ള, മറ്റുള്ളവരെ കൂട്ടിച്ചേർത്ത് പിടിച്ച് രക്ഷയിലേക്ക് നയിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറണം. ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു സൗഹൃദ ബന്ധമാണ്. അത് മറ്റൊരു സൗഹൃദ ബന്ധവുമല്ല, ദാമ്പത്യ സൗഹൃദ ബന്ധമാണ്. പലരും ഒരുപക്ഷെ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവില്ല. ദാമ്പത്യത്തിൽ എന്താണ് സൗഹൃദ ബന്ധം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ ദാമ്പത്യ സൗഹൃദ ബന്ധം, നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ, ദാമ്പത്യ ബന്ധങ്ങളിൽ നമുക്ക് പലപ്പോഴും സൗഹൃദം കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ദുരന്തം നേരിടുകയാണ്. തിരക്കേറിയ ജീവിതമായതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ കുത്തൊഴുക്കിൽ പല പ്രശ്നങ്ങളിലും നമ്മൾ പെട്ടെന്ന് പെട്ടുപോകുന്നത് കൊണ്ട് നമുക്ക് സൗഹൃദ ബന്ധങ്ങൾ കുറഞ്ഞു വരും. അല്ലെങ്കിൽ ആധുനിക മാധ്യമ സംസ്കാരത്തിൻ്റെ വക്താക്കളായി നമ്മളും അറിയാതെ മാറുന്നത് കൊണ്ട് നമ്മുടെയൊക്കെ ഇടയിൽ സൗഹൃദങ്ങൾ ഇല്ലാതെ പോകുന്നു. റിയൽ ലൈഫിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ്. റീലിൽ കാണുന്നതാണ് എല്ലാം ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുക. വിർച്വൽ വേൾഡിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുപോയിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഈ പ്രവണതകൾക്ക് മുമ്പിൽ സൗഹൃദം, ദാമ്പത്യ ബന്ധത്തിൽ മാരിറ്റൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ദാമ്പത്യ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അവിടെയാണ് പരസ്പരം ഹൃദയത്തോട് ഒന്നായി ചേരുകയുള്ളൂ. യോനാഥനും ദാവീദും തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ ഹൃദയം ഒട്ടിച്ചേർന്നു എന്നാണ് പറയുന്നത്. ദാമ്പത്യ ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ഹൃദയം ഒട്ടിച്ചേരുന്ന അവസ്ഥയുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അത് ആ ഒരു ബന്ധമുണ്ടെങ്കിൽ, ആ ഹൃദയം ഒട്ടിച്ചേരുന്ന അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുകയുള്ളൂ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രഹസ്യം യോഹന്നാൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ ഹൃദയം ഒട്ടിച്ചേർന്ന് നിന്നു. ആ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഹൃദയ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ബന്ധം, അത് നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ നിന്ന് അനിവാര്യമാണ്. ഇന്ന് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഹൃദയങ്ങളായി നമ്മുടെ ഹൃദയങ്ങൾ മാറാനുള്ള സാധ്യത ദാമ്പത്യ ബന്ധത്തിൽ ഏറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൃദയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ബന്ധം, പ്രാണൻ കൊടുത്തുപോലും സംരക്ഷിക്കുന്ന സ്നേഹം, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഈ ദാമ്പത്യ ബന്ധത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മനസ്സറിയുന്നവരാകുക, ആശ്രയിക്കുന്നവരാകുക, സംരക്ഷിക്കുന്നവരാകുക, സഹായിക്കുന്നവരാകുക. ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ? പൂർണ്ണമായിട്ടും എൻ്റെ കൂടെയുള്ള വ്യക്തിയെ എനിക്ക് ആശ്രയിക്കാൻ സാധിക്കുമോ? എനിക്ക് സഹായം ചോദിക്കാൻ സാധിക്കുമോ? എന്നെ മനസ്സിലാക്കുമെന്ന് ഉറപ്പുണ്ടോ? എന്നെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഷുവർട്ടി, ഒരു ഉറപ്പ് എനിക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഇത് ദാമ്പത്യ ബന്ധത്തിൻ്റെ മേഖലയിൽ നമ്മൾ കാണുകയാണ്. ഇനി ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം, ദാവീദ് തൻ്റെ ജീവിതത്തിൽ കുറേ ദുരന്തങ്ങൾ പിന്നീട് നേരിടേണ്ടി വരുന്നു. അതിനുശേഷം ദാവീദ് രാജാവായി സ്ഥാനമേൽക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ ദാവീദ് യോനാഥനെ പ്രതി ഞാൻ ദയ കാണിക്കേണ്ടതിന്
സാവൂളിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് തിരക്കുകയാണ്. യോനാഥനെ പ്രതി ഞാൻ ദയ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കുകയാണ്. അപ്പോൾ ഒരു ഭൃത്യനായ സീബ പറയുന്നുണ്ട്, ഇവിടെ മുടന്തുള്ള മെഫീബോഷത്ത് എന്ന് പറയുന്ന ഒരു മകൻ യോനാഥൻ്റേത് അവശേഷിക്കുന്നു. അങ്ങനെ മുടന്തനായ ഈ മെഫീബോഷത്തിനെ തൻ്റെ വിരുന്നുമേശയിലേക്ക് കൊണ്ടുവരുന്ന ദാവീദിനെയാണ് നമ്മൾ പിന്നീട് കാണുക. എല്ലാ നേരവും അവനോടുകൂടെ ഭക്ഷണം കഴിക്കാൻ അനുവാദമുള്ള, രാജാവിൻ്റെ ഒപ്പം ഇരിക്കാൻ അനുവാദമുള്ള മെഫീബോഷത്ത്. എന്താണ് മെഫീബോഷത്തിൻ്റെ പ്രത്യേകത? മെഫീബോഷത്തിൻ്റെ പിതാവ് യോനാഥനാണ്. അതൊരു കാര്യമേ ഉള്ളൂ. അതായത് സൗഹൃദം നല്ല കാലം വരുമ്പോഴും മറക്കാത്ത വ്യക്തിയായി ദാവീദ് മാറുന്നുണ്ട്. ദാവീദിന് നല്ല കാലം വന്നപ്പോൾ കൂട്ടുകാരൻ്റെ മകനെ സംരക്ഷിക്കാൻ ഒരു വയ്യായ്മയുള്ളവനെ തൻ്റെ കൂടെ ഇരുത്താൻ വേണ്ടിയിട്ട് തയ്യാറാകുകയാണ്. നമ്മളൊക്കെ എത്ര പേര് ഇന്ന് അതിന് തയ്യാറാകും? നല്ല കാലത്ത് നമുക്ക് സൗകര്യങ്ങളുള്ളപ്പോൾ സൗഹൃദങ്ങൾ നമ്മളെ സഹായിച്ചവർ, നമ്മുടെ കൂടെ നടന്നവർ, ഇവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുകയോ അതോ സൗകര്യപൂർവ്വം ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് എന്താണ് ഇവിടെ സംഭവിച്ച് മുമ്പോട്ട് പോകുന്നതെന്ന് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മെഫീബോഷത്ത് ദാവീദുമായി ഇങ്ങനെ വലിയ കരുണയും സ്നേഹവും ആസ്വദിച്ച് ജീവിക്കുന്ന വ്യക്തിയായി ജീവിച്ച് മുമ്പോട്ട് പോയി. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഈ മെഫീബോഷത്തിനോട് ദാവീദ് കാണിച്ച കരുണയെക്കുറിച്ച് പറയുമ്പോൾ, നടപടി പുസ്തകത്തിൻ്റെ 13-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനായിരുന്നു. ഈ വചനം വായിക്കുമ്പോൾ എല്ലാം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മെഫീബോഷത്തിനോട് ദാവീദ് കാണിച്ച കരുണയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ചാണ്. ദാവീദ് ശരിക്കും ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനായി മാറുന്ന എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ? അത് കരുണ കാണിച്ചപ്പോഴാണ്. സൗഹൃദം കാരുണ്യമായി രൂപാന്തരപ്പെട്ടപ്പോഴാണ്. നമ്മളിവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദൈവത്തിൻ്റെ ഹൃദയ രഹസ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയഭാവം എന്ന് പറയുന്നത് കാരുണ്യമാണ്. ഈശോയുടെ തിരുഹൃദയം മുഴുവൻ കാരുണ്യമാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ കാരുണ്യ ഭാവമുള്ള വ്യക്തിയായി ദാവീദ് മാറുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനായി മാറി. നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യരായി മാറുന്നത് പ്രിയപ്പെട്ടവരെ ഈ തരത്തിൽ കരുണയുടെ മനുഷ്യരായി മാറുമ്പോഴാണ്. പ്രത്യേകിച്ച് മാരിറ്റൽ ഫ്രണ്ട്ഷിപ്പിൽ, ദാമ്പത്യ സൗഹൃദങ്ങളിൽ കരുണയുടെ മനുഷ്യരായി മാറുമ്പോഴാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വചന ചിന്തകളെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, സൗഹൃദങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. സൗഹൃദങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഈശോയുടെ തിരുഹൃദയം നമുക്ക് സൗഹൃദം തരുമ്പോൾ നമ്മൾ ആ കൃപയിൽ, ആ അഭിഷേകത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 1 കൊരിന്തോസ് ലേഖനം 15:33 നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 15:33 വചനം പറയുകയാണ്, അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അധമമായ സംസർഗങ്ങൾ ഒഴിവാക്കുക. ഈശോയുടെ തിരുഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തികളായി, ഈശോയുടെ തിരുഹൃദയ സ്നേഹമുള്ള വ്യക്തികളായി നമ്മൾ മാറണമെങ്കിൽ അധമമായ സംസർഗങ്ങളെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കുമെന്ന് വചനം പറയുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം, സംസ്കാരശൂന്യനോട് അടുക്കരുത്, നിന്റെ പൂർവികന്മാർ കൂടി അപമാനിതരാകും. സംസ്കാരശൂന്യനോട് അടുക്കരുത്, നിന്റെ പൂർവികന്മാർ കൂടി അപമാനിതരാകും എന്ന് വചനം പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ സൗഹൃദങ്ങളിൽ നമുക്ക് അല്പവും കൂടി ശ്രദ്ധയുള്ളവരായി മാറാം. കാരണം പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ, കുട്ടികളൊക്കെ നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിലാണ് നല്ല വ്യക്തികളായി രൂപപ്പെടുക. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ മദ്യവും മയക്കുമരുന്നും ലഹരിയും ഒക്കെ ഉപയോഗിക്കുന്ന കൂട്ടുകെട്ടുകളിൽ, ചതികളിൽ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം നുകർന്ന് ആ സ്നേഹത്തിൻ്റെ രഹസ്യം അത് വിശുദ്ധ കുർബാനയാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കട്ടെ. ദൈവകരുണയുടെ മുഖമുള്ളവരായി നമ്മൾ മാറട്ടെ. ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യരായി അങ്ങനെ നമ്മൾ രൂപാന്തരപ്പെടും. നമ്മൾ ഈ ഹൃദയഭാവം ജീവിതത്തിൽ പുലർത്തുവാൻ വേണ്ടിയിട്ട് അധമമായ സംസർഗങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കി നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകുന്ന തിരുഹൃദയ കാരുണ്യ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി ആരാധിക്കുന്നു. ഞങ്ങൾ ഈ കാരുണ്യം ആസ്വദിച്ച്, സ്നേഹം ആസ്വദിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ വേണ്ടി ഞങ്ങളെ ശക്തരാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.